നല്ലൊരു മണം വരുന്നില്ലേ യൂക്കാലിസിന്റെ ഇന്നത്തെ പരിപാടി. അങ്ങനെ ഞങ്ങൾ ഇന്നലെ രാത്രി ഈ ടെന്റിനകത്താണ് കിടന്നുറങ്ങി. കാലത്ത് ഉറക്കം വേണ്ടിട്ട് നോക്കിയപ്പോൾ മുന്നിൽ കണ്ടത് ഒരു സ്വർഗം തന്നെയായിരുന്നു. ഇവിടെ നോക്കിയാലും കോടയും മഞ്ഞും. ഞങ്ങൾ ബാഗെല്ലാം വണ്ടിയിൽ തന്നെ വെച്ചിട്ടാണ് ഞങ്ങൾ ടെന്റിൽ കിടന്നുറങ്ങാൻ. ആ തണുപ്പത് ബാഗ് എടുക്കാൻ വേണ്ടി വരികയാണ്. കാലത്ത് തന്നെ കക്കാനുള്ള പരിപാടിയാണ്. വട്ടവടയിൽ എവിടെ നോക്കിയാലും റൂമും സ്റ്റേയും മാത്രമേ ഉള്ളൂ. ഈ കാണുന്നതൊക്കെയാണ് അവിടുത്തെ സ്ട്രോബെറി തോട്ടങ്ങൾ. ഈ ടെന്റുകളിലൊക്കെയാണ് ഞങ്ങൾ രാത്രിയെല്ലാം കിടന്നത്. പെർ ഹെഡ് ഒരാൾക്ക് വരുന്നത് 400 രൂപ. ആ കാണാണ് ഇവിടുത്തെ ബാത്റൂം. നേരത്തെ തന്നെ ഇറങ്ങി അടുത്ത സ്പോട്ടിലോട്ട് പോകാൻ ഡ്രസ്സ് മാറുകയാണ്. അങ്ങനെ ഇന്നലെ ഞങ്ങൾ കിടന്ന ടെന്റിനോട് വിട പറഞ്ഞ് ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ഒടുക്കത്തെ മഴ. തണുക്കാൻ വാങ്ങിച്ച കോട്ട് തലയിൽ വെക്കേണ്ട അവസ്ഥയായി. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലമല്ല. ഇന്നലെ രാത്രി കയറി വന്നതുകൊണ്ട് വൃത്തിക്ക് കാണിച്ചു തരാനും പറ്റിയിട്ടുണ്ടായില്ല. ഇവിടെയാണ് ഇന്നലെ ഞങ്ങൾ ക്യാമ്പ് ഫയർ ഇട്ട് അർമാദിച്ചത്. സ്റ്റേ ഇവര് ഒട്ടും ന്യൂജനാക്കാണ്ട് ആ പഴയ വിന്റേജ് ലുക്ക് തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. ആ പഴയ മുളയും ഓലയും ആ തമിഴ് ലുക്ക് ഒരു കൊണ്ടുവരാനായിട്ട് പരമാവധി എന്തായാലും ഞങ്ങൾക്ക് ഈ 400 രൂപയ്ക്ക് വെറുതായിട്ട് തന്നെ തോന്നി. വട്ടവടയിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് എങ്ങാനും ഇതിന്റെ ലൊക്കേഷൻ വേണമെങ്കിൽ ഞാൻ കമന്റ് ചെയ്താൽ മതി. ചായ കുടിക്കാണ്ട് എന്ത് മോർണിംഗ്. ഈ തണുപ്പത്ത് ഞങ്ങളൊരു ചായ കുടിക്കാനായിട്ട് പോയി. മഴയത്ത് മണ്ണിടിഞ്ഞാണ് തോന്നുന്നു. ആരെല്ലാം റോഡിൽ നിന്ന് മണ്ണ് മാറ്റുന്നുണ്ട്. ഇവരുടെ സംസാരത്തിലേക്ക് മനസ്സിലായത് ഈ വട്ടവടയിൽ ഈ മഞ്ഞും ഈ സ്ട്രോബെറി തോട്ടവും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ചൂടോടൊരു ചായയും കുടിച്ച് ഞങ്ങളെന്തായാലും വണ്ടി അങ്ങ് മുന്നോട്ടെടുത്തു. കാലത്ത് പെയ്ത മഴയിൽ റോഡ് ഏതാണ് തോടേതാണ് അറിയാത്ത അവസ്ഥ വന്നപ്പോൾ വട്ടവട ഇറങ്ങി ഞങ്ങൾ മൂന്നാറിലോട്ട് തന്നെ വിട്ടു. ആനയെ കാണാൻ പറ്റില്ലെങ്കിലും വഴി നിറച്ച് ആനപ്പുണ്ട്. ആദ്യം ചാടി ഇറങ്ങി അത് ഏതാനൻ്റെയാണ് നിരീക്ഷിച്ചത്. ആനന്റെ ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് അവിടെ പശുക്കളിലെ മാത്രമേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ടെൻഷൻ കൂടിയാലും വിശന്നാലും ഇവൻ അപ്പൊഴിക്കണം. ഞങ്ങളങ്ങനെ മാട്ടുപ്പെട്ടി ഡാമിൽ മഴയും ചളിയായപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ മടിച്ചു. ഇനി മഴ പെയ്യോ ഇല്ലെന്ന് അവ ഇതിലൂടെ നോക്കി കണ്ടുപിടിക്കും. ഞങ്ങൾ മാട്ടുപ്പെട്ടി ഡാം ചുറ്റിക്കാണാൻ പോയ സമയത്ത് പച്ച KSRTC ഉല്ലാസയാത്രയുടെ വെന്നായിരുന്നു. വഴി തന്നെ റിപ്പിൾ ടീന്റെ ഒരു ചായ ഫാക്ടറി കണ്ടപ്പോൾ സന്ദീപേട്ടന് ചായപ്പൊടി വേണമെന്നായി. തോട്ടം ചേച്ചിമാരെല്ലാം പണി കഴിഞ്ഞ് പോകണ്ടായ സമയം. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഇരവിക്കുളം നാഷണൽ പാർക്കിലോട്ടായിരുന്നു. എല്ലാവരുടെയും പിന്നെ ടിക്കറ്റ് ഇല്ലാണ്ട് ഒരു കളിയില്ല. അപ്പൊ ടിക്കറ്റ് എടുക്കാനായിട്ട് ഞങ്ങൾ മുന്നോട്ടങ്ങോട്ട്. ഒരാൾക്ക് 200 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. വിദേശികൾക്കാണെങ്കിൽ അത് 500. ഇവിടെ മെയിനായിട്ട് കാണാനുള്ളത് ആ വരയാടുകൾ തന്നെയാണ്. ഞങ്ങൾ മാത്രമായിരുന്നില്ല കേട്ടാ, വിദേശികളും സ്വദേശികളും അടക്കം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഈ ബസ്സിൽ കയറ്റിക്കൊണ്ടുപോയിട്ട് നമ്മളെ മേലെ ഒരു സ്പോട്ടിലും കൊണ്ടുപോയി. അവിടെ നിന്ന് പിന്നെ നമ്മൾ നടന്നങ്ങ് കണ്ടോളണം. ഞങ്ങളും ബസ് ഇറങ്ങിയിട്ട് മുകളിലോട്ട് നടക്കാൻ തുടങ്ങി. ഇറങ്ങി വരുന്നവരുടെ അടുത്തല്ല ഞങ്ങൾ മേലെ എന്തുണ്ട് ചോദിച്ചു കയറി. എല്ലാവർക്കും നെഗറ്റീവ് മാത്രമായിരുന്നു പറയാൻ. ചേച്ചി പറഞ്ഞത് ആട് ഫ്ലെക്സിൽ മാത്രമേ ഉള്ളൂ. ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് പറ? ഒന്നുമില്ല, സ്വന്തമായിട്ടിരുന്ന ആടായിരുന്നു. ഇതുപോലത്തെ നാച്ചുറൽ ബോണ്ടിൽ നമുക്ക് പോണ വഴി കാണാനായിട്ട് സാധിക്കും. നീലക്കുറിഞ്ഞില്ലെങ്കിലും നീലക്കുറിന്റെ ചെടിയെങ്കിലും ഞങ്ങൾക്ക് കാണാനായിട്ട് പറ്റി. ഒരു 10-20 മിനിറ്റ് നടന്ന് ഞങ്ങൾ അങ്ങനെ മേലെ ഇവിടുന്ന് താഴെ നോക്കിയപ്പോൾ കിട്ടിയ വ്യൂ ഇതായി. ഇങ്ങനെ കുളം വരാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ അത് ഇപ്പൊ തന്നെ ഉപേക്ഷിക്കുക. കാരണം ഇവിടെ കാണാനായിട്ട് ഒന്നും ഇതുമായിട്ട് കുറച്ച് ആടിനെ വാങ്ങി വിട്ടല്ലോ എന്ന് വരെ ചിന്തിച്ചു. ഇവിടെ നിന്ന് നേരെ ഇറങ്ങി നേരെ മറയൂർ ചന്ദനക്കാട്ടിനുള്ളിലൂടെ നാട്ടിലോട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഫോളോയും ലൈക്കെല്ലാം ചെയ്യുക.